ഈ പി ആർ എന്ന് വെച്ചാൽ എന്താണ്? ചിലർക്കൊന്നും അറിയില്ല എന്താണെന്നുള്ളത്. അത് നമ്മളെപ്പോലെ സാധാരണ പ്രേക്ഷകർക്ക് അത്രയല്ല കേട്ടോ. അത് ഇപ്പം കണ്ടസ്റ്റൻസിനും അറിയില്ലെന്ന് തോന്നുന്നു. ചിലരൊക്കെ പറയുന്നത് പി ആർ എന്ന് വെച്ചാൽ എന്തോ പി ആർ കൊടുത്തു പോന്നു കഴിഞ്ഞാൽ വിജയിക്കും, കപ്പുമായിട്ട് വരാൻ പറ്റും, പി ആർ ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. അത് അങ്ങനെ പി ആറും കൊണ്ട് മാത്രം പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ശൈത്യക്ക് സംഭവിച്ച പോലെ ആയിരിക്കും. പൈസ മാത്രം പോവുള്ളൂ, റീച്ച് ഒന്നും കിട്ടില്ല. അവിടെ പോയി പ്രതിഭ പോലെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടില്ല. നമ്മൾ പൈസ മുടക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞാൽ എല്ലാവരും പി ആർ കൊടുത്തിട്ടാണ് പോയിക്കണേ. പക്ഷെ ആർക്കും അങ്ങോട്ട് അധികം ദിവസം നിൽക്കാൻ പറ്റിയിട്ടില്ല. 50 ദിവസത്തിന് മുമ്പൊക്കെ പലരും പോയിട്ടുണ്ട്. നല്ല നല്ല പി ആർ കൊടുത്തവർ കുറച്ചാളും കൂടി നിന്ന്, കണ്ടൻസ് കൊടുത്തവർ കുറച്ചാളും കൂടി നിന്നു. കണ്ടൻസ് കൊടുക്കാത്തവർ 30-35 ദിവസത്തിനുള്ളിൽ തന്നെ എല്ലാവരും അങ്ങോട്ട് പോയി, ഔട്ടായിപ്പോയി. അപ്പോൾ പി ആർ എന്താണെന്ന് രഞ്ജിത്തേട്ടൻ കറക്റ്റായിട്ട് പറയുന്നുണ്ട് കേട്ടോ. നമുക്കത് കേട്ട് നോക്കാം. എനിക്കൊരു പിന്തുണയ്ക്ക് ഒരു സമൂഹം, ഒരു സൈന്യത്തിന് നമ്മൾ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ടുന്ന സന്നാഹങ്ങളെല്ലാം പുറത്തുള്ളവരും അവരെല്ലാം കൂടെ ചേർന്ന് ആലോചിച്ച് ചെയ്ത് തീരുമാനിച്ച് അതിനകത്ത് കയറുന്നു. നമ്മൾ ചെയ്ത കാര്യങ്ങൾ നമ്മൾ അത് ഉള്ളിൽ തന്നെ വയ്ക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിച്ച് പോവുകയും വേണം. ഇത് എന്തിനാണ് ഇത് വലിയ വായിൽ വിളിച്ച് പറഞ്ഞത്? ഇതൊക്കെ ഞങ്ങൾക്കറിയാം, നിങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഇതിനൊക്കെ തെളിവുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഒപ്പം നാറിയതാരാണ്? അതാണ് സംഭവിക്കുന്നത്. അതിനുള്ളൊരു പക്വത അവർക്കില്ല. അവർ സ്വാധീനിച്ച് വാങ്ങിച്ച വോട്ടുകളാണ്, അല്ലാതെ എൻ്റെ കഴിവില്ലായ്മ അല്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇവരോടെല്ലാം ദേഷ്യം തോന്നുന്നുണ്ട്. രഞ്ജിത്തേട്ടൻ പറയുന്നുണ്ട് പി ആർ എല്ലാവരും കൊടുത്തിട്ടുണ്ട്. ഈ ശൈത്യം അവിടെ ഒന്ന് പറഞ്ഞു പൈസ കൊടുത്തിട്ടാണ് നിന്നത്. അപ്പോൾ രഞ്ജിത്തേട്ടൻ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയല്ലേ, ഇതിൽ രഞ്ജിത്തേട്ടൻ പറയുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ലേ? ആ ചേട്ടന് കഴിവില്ലാത്തത് കൊണ്ടല്ല മറ്റുള്ളവർ പി ആർ കൊടുത്തോന്ന്. അതായത് രഞ്ജിത്തേട്ടൻ്റെ കാര്യം ഞാൻ അധികം എടുത്ത് പറയുന്നില്ല. എനിക്ക് പറയാൻ താല്പര്യം ബിൻസിയുടെ കാര്യമാണ്. ബിൻസി എന്ന് പറഞ്ഞ കണ്ടസ്റ്റൻറ്റ് നല്ലൊരു കഴിവുള്ളൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. ഒരു പക്ഷേ ബിൻസി ഉണ്ടായിരുന്നെങ്കിൽ ഗെയിം ഇതുപോലെ ആയിരിക്കില്ലെന്ന്. നല്ലൊരു ചേഞ്ച് ആൾ കൊണ്ടുവന്നാണ്. അത് എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല. എങ്കിലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബിൻസി അല്ലായിരുന്നു ആ ആഴ്ച പോവേണ്ടിയിരുന്നത്, ശൈത്യമായിരുന്നു. ബിംബം പോലെ നിന്ന ശൈത്യ അച്ഛൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന പൈസ കൊണ്ട് പിടിച്ചു നിന്നതാണ്. ഇപ്പോൾ ഈ ചേട്ടൻ പറയുന്നത് ഈ ചേട്ടൻ പോവില്ലായിരുന്നു പി ആർ കൊണ്ട് വന്നവർ ഉള്ളതുകൊണ്ടാണ്. പക്ഷെ അതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നില്ല. രഞ്ജിത്തേട്ടൻ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് പോയത്. ചേട്ടൻ തന്നെയായിരുന്നു ആദ്യത്തെ ആഴ്ച പോവേണ്ടിയിരുന്നത്. എന്നാൽ രണ്ടാമത്തെ ആഴ്ച ബിൻസിയുടെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ ഒരിക്കലും ബിൻസി ആ സമയത്ത് പോകേണ്ട ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നില്ല. കുറച്ച് ടൈം കൂടി ആ കുട്ടിക്ക് കൊടുക്കാമായിരുന്നു. ആ കുട്ടി ഇങ്ങനെ കത്തിക്കേറി അങ്ങോട്ട് വരണമായിരുന്നു. പല ഗെയിംസും ആൾ പ്രാക്ടിക്കലാക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അനുവിൻ്റെ ഫെയിം കണ്ടിട്ട് അനുവിൻ്റെ പിന്നാലെ ഫ്രണ്ട്ഷിപ്പ് കൂടി നടന്ന ഒരാളുണ്ടായിരുന്നു, ശൈത്യ. എനിക്ക് തോന്നുന്നു ആ കുട്ടിയായിരുന്നു ആദ്യം പോവേണ്ടിയിരുന്നു, ശൈത്യമായിരുന്നു. പക്ഷേ അത് കഴിവുള്ള കുട്ടികൾ പോയി. ഇപ്പോൾ പൈസ ഉള്ളവർ പൈസ കൊടുത്ത് നിന്നുകൊണ്ട് കണ്ടന്റ് തന്ന കണ്ടസ്റ്റൻസ് ഔട്ടായി പോയ ഒരു സീസണാണ് കേട്ടോ ഇത്. അവസാനത്തെ ആഴ്ചയിൽ ഒരു കൂട്ടാക്രമണമാണ് ആ കുട്ടിക്ക് നേരെ നടന്നത്. ആ കൂട്ടാക്രമണങ്ങളെ തടയാൻ, അല്ലെങ്കിൽ അത് അവർ കൂട്ടായി മാറുമെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി സഹ മത്സരാർത്ഥികൾക്ക് അവിടെ ഉണ്ടായില്ല. അവിടെ വന്നവർക്കും പോണവർക്കും ഒക്കെ മനസ്സിലായി. സോഷ്യൽ മീഡിയയിലുള്ളവർ മാത്രമല്ല, എല്ലാവരും പറയുന്നുണ്ട് റീ എൻട്രിക്ക് ശേഷമാണ് അനുമോളുടെ വിജയം എഴുതപ്പെട്ടത്. അതിനു മുമ്പ് വരെ അനീഷിനായിരുന്നു സാധ്യത കൂടുതലുണ്ടായിരുന്നത്. ഓരോ ആഴ്ച കിട്ടിയിരിക്കുന്ന വോട്ടിംഗ് എടുത്ത് നോക്കുകയാണെങ്കിൽ അനീഷിനും അനുമോൾക്കും ഏകദേശം ഒരേ രീതിയിൽ തന്നെയാണ് വോട്ടിംഗ് പോയിട്ടുള്ളത്. പല തവണയും ഒരു തവണ അനുമോളേക്കാൾ കൂടുതൽ അനീഷ് കയറി പോയിട്ടുണ്ട്. അനീഷിൻ്റെ റേഞ്ച് നല്ല രീതിയിൽ തന്നെ അപ്പായി തന്നെ നിൽക്കുമായിരുന്നു. ഈ റീ എൻട്രി വന്നതിന് ശേഷമാണ് ഇത്രയും ആ ഒരു വിജയിയുടെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ വന്നത്. റീ എൻട്രി നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്യുക. അനീഷ് എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻറ്റിനെ തോൽപ്പിച്ചത്, അല്ലെങ്കിൽ 2ാം സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് റണ്ണറപ്പിലേക്ക് പിന്തള്ളപ്പെട്ടത് റീ എൻട്രിക്ക് വന്ന ആ കുറച്ച് പേര്, എല്ലാവരും ഞാൻ പറയുന്നില്ല, കുറച്ച് പേരുടെ ബുദ്ധിയില്ലായ്മയാണ്, അല്ലെങ്കിൽ അവർ കാണിച്ചൊരു മണ്ടത്തരമാണ്. അത് ആക്സെപ്റ്റ് ചെയ്യുക. അതിന് അത്രയും സർവൈവ് ചെയ്ത് ഇവിടം വരെ എത്തുക എന്ന് പറഞ്ഞാൽ മറ്റൊരു കണ്ടസ്റ്റൻറ്റിനും അങ്ങനെ അവകാശം പറയാനില്ല. അത്രയും ദിവസം ഞാൻ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് 100 ദിവസം വരെ എത്തിയത് എന്ന് പറയാൻ പറയുന്നില്ല. അനുമോൾ ഈ ആക്രമണങ്ങളെല്ലാം നേരിടുമ്പോൾ അത് അവൾക്ക് വോട്ടായിട്ട് മാറുമെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇയാളുടെ ഇത്രയും നാൾ കൊണ്ടുവന്ന ആ ബുദ്ധിയിൽ ഈ ബുദ്ധി കയറിയില്ല, ബുദ്ധി പോയില്ല. മനസ്സിലാക്കാനുള്ള ബുദ്ധി ഈ അന്വേഷണമൊന്നും ഇല്ലായിരുന്നു. രണ്ടാമത്തെ ഒരു കാര്യം, പ്രോബ്ലംസിനെ ഫേസ് ചെയ്ത് മറ്റൊരു കണ്ടസ്റ്റൻറ്റ് വേറെ ഇല്ല. അവിടെയുള്ള ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനൊക്കെ മനസ്സിലായിട്ടുണ്ട്. അതാണിപ്പോൾ കഴിഞ്ഞ ദിവസം ആ ചേട്ടൻ്റെ ഇൻ്റർവ്യൂവിൽ ആ ചേട്ടൻ പറയുന്നത്. എന്നിട്ടും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ കരയുന്ന കരച്ചിൽ കാണുമ്പോഴുണ്ടല്ലോ, എൻ്റെ സാറേ